Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ക്ലാസ്സിലോട് കൂടി ഒരു ചാപ്റ്ററിൽ നിന്ന് കുറച്ച് ഭാഗം കൂടി ഉള്ളല്ലോ നമുക്ക് എടുക്കാനായിട്ട്. ഇനി നെക്സ്റ്റ് പോർഷനിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് എങ്ങനെയൊക്കെയാണ് ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ മെത്തേഡുകളാണ് പഠിച്ചത്. ജസ്റ്റ് അതിന്റെ പേര് മാത്രം ഒന്ന് നമുക്ക് നോക്കാം. ഇൻസിനറേഷൻ ടെക്നോളജി, then autoclaving, microwave irradiation, chemical methods, plasma pyrolysis, then land disposal, inertization. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഭാഗം നോക്കാം. ഫൈനൽ ഡിസ്പോസൽ, ലാസ്റ്റ് പ്രോസസ് ആണ്. നമ്മൾ ആദ്യം പറഞ്ഞു കളക്ട് ചെയ്തു, പിന്നെ അത് ഓരോ മെത്തേഡ് വഴി നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞു അല്ലെ. ലാസ്റ്റ് ആണ് ഫൈനൽ ഡിസ്പോസൽ. This is the last stage of biomedical waste disposal. Then benefits of biomedical waste management. ഇങ്ങനെ നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ള അതിന്റെ ബെനഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് അതുപോലെ കിട്ടുന്ന ബെനഫിറ്റ്സ് ആണ് ഓരോ പോയിന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് നോക്കാം. ഫസ്റ്റ് വൺ, ക്ലീനർ ആൻഡ് ഹെൽത്തിയർ സറൗണ്ടിങ്സ് അല്ലെ. ക്ലീൻ ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഒരു അന്തരീക്ഷം നമുക്ക് സൃഷ്ടിക്കാനായിട്ട് സാധിക്കുന്നു. Then second one, reduction in the incidence of hospital acute and general infections. അല്ലെ, നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഇൻസിഡൻസ് ആയിട്ടുള്ള അതായത് ഈ രോഗബാധിതയും അല്ലെങ്കിൽ അക്യൂട്ട് ജനറൽ ഇൻഫെക്ഷൻസ് അണുബാധിതയൊക്കെ ഹോസ്പിറ്റലിൽ നിന്നും കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. Then third point, reduction in the price of infection control within the hospital. അല്ലെ, നമുക്ക് ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോളിന്റെ ആ ഒരു പ്രൈസ് കുറയ്ക്കാൻ സാധിക്കുന്നു. നമ്മൾ പറഞ്ഞു ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുപോകുന്നതിന് അതിന് കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ വരും അല്ലെ. അതിനത് പ്രോസസ് ചെയ്യുന്നതിനൊക്കെ ആ പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് കുറയ്ക്കുകയാണെങ്കിൽ അതിന്റെ പ്രൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി അത് കുറയ്ക്കാനായിട്ട് സാധിക്കും. Then fourth point നോക്കാം, reduction in the probability of diseases and death due to reuse and repackaging infectious disposable അല്ലെ. അതായത് ഈ പുനരുപയോഗം മൂലം, അതായത് എന്താ പറയാ, യൂസ് മൂലം അല്ലെ, നമുക്ക് പുനരുപയോഗം മൂലം രോഗത്തിനും മരണത്തിനും സാധ്യത കുറയ്ക്കുന്നു അല്ലെ. അതായത് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്തിട്ട് അത് രോഗങ്ങളും അതുപോലെ ഉണ്ടാകുന്ന മരണങ്ങളും കുറയ്ക്കാനായിട്ടും സാധിക്കുന്നു. Then low incidence of occupational health problems അല്ലെ, അതായത് തൊഴിൽപരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങളിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും. മീൻസ് ഈ ക്ലീനിങ് തൊഴിലാളികൾക്ക് അതുമൂലം ഇൻഫെക്ഷൻസും അസുഖങ്ങളൊക്കെ വലിയ അതിനേക്ക് എന്ത് ചെയ്യാൻ പറ്റി കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. ലാസ്റ്റ് വൺ, ഇംപ്രൂവ്ഡ് ഇമേജ് ഓഫ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് അല്ലെ. അതായത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ആ ഒരു പ്രതിച്ഛായ അല്ലെങ്കിൽ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനായിട്ടും സാധിക്കുന്നു. ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും അതുമൂലം എന്താണ് നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനും സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റോടുള്ള ബെനഫിറ്റ്സ്. നമുക്ക് എന്താ, നിങ്ങൾ ജസ്റ്റ് നമുക്ക് ചിന്തിച്ചാൽ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളൂ അല്ലെ. നമുക്ക് കൂടുതലും നമ്മുടെ അന്തരീക്ഷവും നമ്മുടെ സറൗണ്ടിങ്സ് ഒക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താ പറയുക, ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാനൊക്കെ സാധിക്കുന്നു. നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ബെനിഫിറ്റ്സിൽ വരുന്നത്. നെക്സ്റ്റ് വൺ, ഇമേജ്. ഇമേജ് എന്ന് പറഞ്ഞൊരു ടേം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആദ്യമായിട്ടാണോ? ഇമേജ് ഈ ഹോസ്പിറ്റൽ ബയോമെഡിക്കൽ പരമായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് ഇമേജ് എന്ന് പറയുന്നത്. ഇമേജ് കാരണം നിങ്ങൾ അറിയാമോ, നേരത്തെ കേട്ടിട്ടുണ്ടാരെങ്കിലും ഏതെങ്കിലും റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കോഴ്സുകളിലും മറ്റും ഇമേജ് അത് കേട്ടിട്ടില്ല? ഓക്കെ, അപ്പോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇമേജ് എന്നുള്ളത്. നോക്കാം. ഇമേജ് സ്റ്റാൻഡ്സ് ഫോർ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. ഇതൊരു പദ്ധതിയാണ്. മീൻസ് ഒരു നമ്മുടെ ഗവൺമെന്റ് അങ്ങനെ കൊണ്ടുവരുന്ന കുറച്ച് പദ്ധതികളൊക്കെ ഇല്ലേ? ഓക്കെ, ഒരാൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ ഇതൊരു പദ്ധതിയാണ് അല്ലെ. നോക്കാം എന്താണ് ഇമേജ് എന്ന് നോക്കാം.
ഫസ്റ്റ് വൺ ഇമേജിന്റെ ഫുൾ ഫോം പഠിച്ചിരിക്കുക. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി. എക്സാമിന് എപ്പോഴും ചോദിച്ചു വരാറുള്ള ഇമേജിൽ നിന്ന് ഒന്നില്ലെങ്കിൽ ഫുൾ ഫോം ചോദിക്കാം, അല്ലെങ്കിൽ അതിനുള്ളിൽ നിന്ന് ഏതെങ്കിലും അതിന് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പൊ അത് കുറച്ച് ശ്രദ്ധ കൊടുത്ത് തന്നെ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പോ ഇമേജ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി നോക്കാം. Image associates with all modern medicine healthcare establishment in both private and government-like hospitals based on their bed strength, clinics based on number of room facilities. അപ്പോ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വകാര്യ ഗവൺമെന്റ് ആശുപത്രികളോ അല്ലെങ്കിൽ മറ്റ് എന്താ പറയുന്നത് ബെഡ് സ്ട്രെങ്ത് ഒക്കെ അനുസരിച്ചിട്ട് അല്ലെ, അത്യാവശ്യം ബെഡുകളും ഉള്ള ഹോസ്പിറ്റലുകള്, അതുപോലെ തന്നെ ക്ലിനിക്കുകള്, ആ ക്ലിനിക്കുകളിലും റൂമും ഫെസിലിറ്റി ഒക്കെ അനുസരിച്ചുകൊണ്ടും അങ്ങനെയോ, അതുപോലെ ലാബ് ബേസ്ഡ് ഓൺ ഡയഗ്നോസ്റ്റിക്സ് ഫെസിലിറ്റീസ്, ഡെന്റൽ ക്ലിനിക് ബേസ്ഡ് ഓൺ നമ്പർ ഓഫ് ഡെന്റൽ ചെയർസ്, നോമിനൽ നോട്ട് റിട്ടേണബിൾ ഫീ ഈസ് ബീയിങ് ചാർജ്ഡ് അറ്റ് ദ ടൈം ഓഫ് അഫിലിയേഷൻ. അപ്പോ നിങ്ങൾ എന്താണ് ഇമേജ് എന്ന് ആദ്യം മനസ്സിലാക്കുക. അതായത് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ അല്ലെ, നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ നിന്നും ഇതുപോലെ ക്ലിനിക്കുകള്, അതുപോലെ ഡെന്റൽ ക്ലിനിക്കുകള്, ലബോറട്ടറികള്, അപ്പോ ഇവിടെ നിന്നുമുള്ള ബയോമെഡിക്കൽ വേസ്റ്റുകള് ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കുന്നതിനുള്ള കേരളത്തിലെ ഒരു IMA ഒരു പദ്ധതിയാണ്. IMA എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങളെ സംസ്കരിക്കുന്നതിനായിട്ട് IMA കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. അത് ഡിഫറെന്റ് കളർ കോഡുകളുള്ള വേസ്റ്റ് ബാഗുകളിൽ ഈ ബയോമാലിന്യങ്ങളൊക്കെ വേർതിരിക്കുന്നതും, അതുപോലെ തന്നെ എന്താണ് ഹോസ്പിറ്റലുകളിൽ നിന്നും അല്ലെ ആശുപത്രികളിൽ നിന്നും ഈ മാലിന്യങ്ങൾ പ്രത്യേകം ശേഖരിക്കുന്നതിനും അങ്ങനെ ഒരു പ്രത്യേകം അതിനു വേണ്ടിയിട്ട് പ്രത്യേകം വാഹനങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച് ഒരു ടേബിളില് പഠിച്ചോ, നമ്മള് ഇന്ന കാറ്റഗറി ആയിട്ട് ഓരോ കാറ്റഗറി ആയിട്ട് നമ്മൾ ബയോമെഡിക്കൽ വേസ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നു. അതിന്റെ പ്രത്യേക കളർ കോഡുകളുള്ള ബാഗിൽ നമ്മൾ നിക്ഷേപിക്കുന്നു. ഇല്ലേ, പഠിച്ചോ കഴിഞ്ഞ ക്ലാസ്സിൽ? ഓർമ്മയുണ്ടോ? യെസ്, ഓക്കെ. അപ്പോ അങ്ങനെ നമ്മൾ ഡിഫറെന്റ് കളർ കോഡുള്ള ബാഗുകളിൽ ശേഖരിച്ചു കൊണ്ടൊക്കെയാണ് ഈ ഒരു പദ്ധതി ചെയ്യുന്നത്. ഇക്കോ ഫ്രണ്ട്ലി, അതായത് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇമേജ്. ഓക്കെ, അപ്പോ എന്താണ് ഇമേജ് എന്നുള്ളൊരു ചെറുതായിട്ട് പറയാൻ പറ്റില്ലേ? മനസ്സിലായോ? അതായത് ബയോമെഡിക്കൽ വേസ്റ്റിനെ സംസ്കരിക്കുന്നതിനുള്ള IMA കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇമേജ് എന്ന് പറയുന്നത്. ഇനി അത് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നതൊക്കെയാണ് ഇനി പഠിക്കുന്നത്. നോക്കാം. ദി ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താ ക്ലിയർ ആയില്ലോ കമന്റ് ചെയ്തത്? The operating expense being met by charging a nominal monthly fees. നോട്ട്സ് തരുമെന്ന്. ഓക്കെ, നോട്ട്സ് തരാം കേട്ടോ. നോട്ട്സ് അധികം ഒന്നും ഇല്ല, ഞാൻ തന്നെ പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് നോട്ട്സ് വേണമെങ്കിൽ ചെറുതായിട്ട് തരാം. ഓക്കെ, അപ്പോ നോക്കാം. ഇമേജ് വാസ് ചാർജ് the operating expense being met by charging a nominal monthly fee as operational cost declared for the category HCI. HCI which are healthcare institution. Okay. Okay. അപ്പോ നോക്കാം. ഇനി ഇമേജിനെ പറ്റിയാണ് ഇനി പറയുന്നത്. ഇനി പറയുന്ന ഭാഗം ശ്രദ്ധിക്കുക, അണ്ടർലൈൻ ഒക്കെ ഒന്ന് ചെയ്തിടാം, ഇമ്പോർട്ടന്റ് ആണ്. ഇമേജ് വാസ് സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. ഇമേജ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. It was commissioned on 14 December 2003. 2003 ഡിസംബർ 14 ഇമേജ് സ്റ്റാർട്ട് ചെയ്തത്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഓക്കെ, എക്സാമിന് ചോദിക്കാറുണ്ട്, ഇമ്പോർട്ടന്റ് ആണ് ഡേറ്റും ഡേയും. ഓക്കെ, ഡിസംബർ 14, 2003 ഇമേജ് എന്നുള്ള ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, then the image plan has been working successfully from January 2004. അപ്പോ 2003 ഡിസംബർ 14 ഈ ഒരു പദ്ധതി നമ്മൾ കമ്മീഷൻ ചെയ്തു. ദെൻ ഇതിന്റെ സക്സസ്ഫുള്ളി ആയിട്ട് ഇതിന്റെ വർക്കിംഗ് ചെയ്ത് വന്നത് 2004 ജനുവരി. ഓക്കെ, ഡിസംബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്തു, പക്ഷെ അത് വർക്കിംഗ് ആയിട്ട് വന്നത് 2004 ജനുവരി ആയപ്പോഴാണ്. ജസ്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് അത് വർക്കിംഗ് സ്റ്റാർട്ടപ്പ് ആയിട്ട് വന്നത്. And has been providing commendable service to the state since its formation. Image thereby guarantees scientific removal of infectious waste
generated from health caring institution across Kerala. അല്ലെ, അപ്പൊ കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിനു വേണ്ടി നമ്മൾ പറഞ്ഞു ഇൻഫെക്ഷസ് വേസ്റ്റിനെയും ബയോമെഡിക്കൽ വേസ്റ്റിനെയും റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഒരു പദ്ധതി വന്നത്. Within 48 hours, in line with the provisions laid down the biomedical waste management rules 2016 released by the Ministry of Environment and Forest Government of India. ഇതിനിടയിൽ വേറൊരു മാനേജ്മെന്റ് റൂൾസും കൂടി വന്നിട്ടുണ്ട്. ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് റിലീസ് ചെയ്തത് 2016. അപ്പോൾ കുറച്ച് ഇയറുകളും ഡേറ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇമേജ് എന്നാണ് നിലവിൽ വന്നതെന്ന്. 2003 ഡിസംബർ 14 നിലവിൽ വന്നത്. അത് വർക്കിംഗ് ആയത് 2004. Then ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് റിലീസ് ആയത് 2016. ഇമ്പോർട്ടന്റ് ആണ്. 2-3 അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, എക്സാമിന് ചോദിച്ചാറുള്ളതാണ് അത്. ഓക്കെ, അപ്പോ 48 മണിക്കൂർ അല്ലെങ്കിൽ പരിസ്ഥിതി മന്ത്രാലയവും ഇന്ത്യൻ ഗവൺമെന്റും കൂടി പുറത്തിറക്കിയിട്ടുള്ള ഒരു മാനേജ്മെന്റ് റൂൾസ് ആണ് 2016 റിലീസ് ചെയ്തത്. ഓക്കെ, then all government healthcare institutions under the Directorate of Health Service Kerala and Directorate of Medical Education of Kerala are beneficiaries of the special scheme of image by which they are spared from paying affiliation fees and are made eligible for the service from image at subsidized rate. അതായത് ആർക്കൊക്കെയാണ് ഈ ഇമേജ് എന്നുള്ള ഒരു പദ്ധതി, ആർക്കൊക്കെ നമുക്ക് അതിന്റെ മീൻസ് ബെനഫിറ്റ്സ് ആയിട്ടുള്ളത്. അതായത് ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് കെയർ സർവീസ് കേരളയ്ക്കും അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കേരളയ്ക്കും കീഴിലുള്ള ഈ രണ്ട് ആ ഒരു ഡയറക്ടേഴ്സിന്റെ അതിന്റെ കീഴിലുള്ള മെഡിക്കൽ എഡ്യൂക്കേഷൻസും അതുപോലെയുള്ള അവർക്കൊക്കെയാണ് മെഡിക്കൽ എഡ്യൂക്കേഷൻസ്. ഇപ്പൊ നമ്മൾ പറയില്ലേ അഫിലിയേറ്റഡ് ആയിട്ടുള്ള കോളേജുകൾ, ഇപ്പൊ നാക്ക് അഫിലിയേറ്റഡ് ആയിട്ടുള്ള അതിന്റെ കീഴിൽ വരുന്ന കോളേജസ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്നത് ഗവൺമെന്റ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ ഡയറക്ടറേറ്റ് ഹെൽത്ത് സർവീസ് കേരള, ഡയറക്ടറേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഓഫ് കേരള അതിന്റെ കീഴിൽ വരുന്ന മെഡിക്കൽ അല്ലെങ്കിൽ എന്താ പറയാ മെഡിക്കൽ ഹെൽത്ത് കെയർ സ്ഥാപനങ്ങൾക്കാണ് ഈ ഒരു പദ്ധതി നടപ്പിലാക്കി വരുന്നത്. ദെൻ അവർക്ക് ഇതുപോലെ തന്നെ എന്താണ് അതിലൂടെ അവർ അഫിലിയേറ്റ് നൽകുന്നതിൽ നിന്നും സബ്സിഡി നിരക്കിലാണ് ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ സേവനം കൊടുക്കുന്നത്. അല്ലെ, അതായത് സബ്സിഡി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ഒരു കുറഞ്ഞ റേറ്റിലാണ് ഈ ഒരു പദ്ധതിയുടെ കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കുന്നത്. ദെൻ on an average about just എന്തൊക്കെയാണ് ജസ്റ്റ് ആ ഒരു കണക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. വലിയ ഇമ്പോർട്ടന്റ് ഇല്ല, വായിച്ച് മനസ്സിലാക്കാനുള്ളൂ. നമുക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് ഇമേജ് എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ദെൻ അത് സ്റ്റാർട്ടപ്പ് ചെയ്തത് എന്നാണ്, അതിന്റെ എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്നാണ് ആ ഒരു വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾ വന്നത്. ആ ഇയറുകൾ മാത്രം നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൂ. ജസ്റ്റ് ഇനി പറയാൻ പോകുന്നത് ജസ്റ്റ് ആ ഒരു കണക്കിലത്തെ ഒരു എന്താ പറയാ ഒരു ടൈം ലൈനിൽ കൂടി അല്ലെങ്കിൽ ഒരു ഡാറ്റയുടെ ബേസ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. നോക്കാം. On an average about 55.8 tons of biomedical waste arrives at the image plant daily. അല്ലെ, അപ്പോ ഈ ഇമേജ് എന്നുള്ള ഒരു പദ്ധതിയിലൂടെ 55.8 ടൺസ് ബയോമെഡിക്കൽ ആണ് ദിവസേന നമുക്ക് പ്ലാന്റിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഓഫ് വിച്ച് 30 അതില് 30.5 ടൺസ് ഇൻസിനറബിൾ വേസ്റ്റ് ആണെന്ന്. അതായത് ഇൻസിനറബിൾ വേസ്റ്റ് നമ്മൾ പറഞ്ഞു കളക്ടഡ് യെല്ലോ ബാഗ്സിൽ വരുന്ന കത്തിച്ചിട്ടുള്ള അത്തരത്തിലുള്ള വേസ്റ്റുകളാണ് 30.5 ടൺസ് വരുന്നത്. ടോട്ടലി ഒരു 55.8% വേസ്റ്റുകൾ ഈ ഓരോ ഡെയിലി ഈ ഇമേജ് പ്ലാന്റിലേക്ക് വരുന്നുണ്ട്. അതിൽ 30% അല്ലെങ്കിൽ ടൺസ് ആണ് കൂടുതലായിട്ട് ഇൻസിനറബിൾ യെല്ലോ ബാഗിൽ വരുന്ന വേസ്റ്റുകളാണ്. 90 ടൺസ് 19 ടൺസ് ഓട്ടോക്ലേവബിൾ വേസ്റ്റ്, അതായത് റെഡ് ബാഗിൽ വരുന്ന വേസ്റ്റുകൾ 19 ടൺസും. Then 5 tons are bottles, മറ്റേ പ്ലാസ്റ്റിക് ബോട്ടിൽസും മറ്റൊക്കെ ഒരു 5 ടൺസ് ഉണ്ട്. 0.7 ടൺ ഇൻ ഷാർപ്പ് മെറ്റൽസ്, നമ്മൾ പറഞ്ഞു നീഡിൽസും മറ്റും ബ്ലേഡ്സും അങ്ങനെയുള്ള ഷാർപ്പ് വേസ്റ്റുകളാണ് ഒരു 0.7 വരുന്നത്. Then 0.6 വരുന്നത് ഡിസ്കാർഡഡ് മെഡിസിൻസ്. എത്രത്തോളം ഉണ്ടെന്നാണ് കേട്ടോ ഓരോന്നിന്റെ അളവ് പറയുന്നത്. ജസ്റ്റ് ആ ഒരു സർവേ എന്നാ പറയുന്നത് കേട്ടോ. നമ്മൾ ഡേറ്റ് കഴിഞ്ഞ മെഡിസിൻസ് ഒക്കെ ഒരു 0.6 ടൺസ് വരുന്നുണ്ട്. ദിസ് വേസ്റ്റ് ഈസ് gathered from all 30,000 plus healthcare centers across the state of Kerala within 24 hours of its generation.
അപ്പോ ഈ ഒരു 13,000 പ്ലസ് ഹെൽത്ത് കെയർ സെന്ററുകളിൽ നിന്നും ഉത്പാദിപ്പിക്കുന്ന 24 മണിക്കൂറിനുള്ളിൽ ഇത് ശേഖരിക്കപ്പെടുന്നു. മീൻസ് അവർ ഡെയിലി അത് കളക്ട് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഏകദേശം ഒരു റൗണ്ട് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്, ഒരു 13,000-ഓളം ഹെൽത്ത് കെയർ സെന്റേഴ്സിൽ നിന്നാണ് ഇവർ ഡെയിലി ഈ വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ജസ്റ്റ് ആ കണക്ക് മാത്രം പറഞ്ഞിട്ടുള്ളൂ, അതൊന്നും ഇമ്പോർട്ടന്റ് ഇല്ല. നമുക്ക് ആ ഒരു എന്താ പറയാ എന്താണ് നിലവിൽ വന്നത്, പാലക്കാട് സ്റ്റാർട്ട് ചെയ്തു, ദെൻ ആ ഒരു നിലവിൽ വന്ന ഇയർ നോക്കുക. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 നിലവിൽ വന്നത്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഇമേജ് ഒന്ന് വായിച്ചു നോക്കാം. ജസ്റ്റ് എന്താണെന്നൊന്ന് മനസ്സിലാക്കിയാൽ മതി. എന്താണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇമേജ് കിട്ടിയ എല്ലാവർക്കും? കൂടുതലൊന്നും പഠിക്കാനില്ല നമുക്ക്. എന്താണെന്ന് ജസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങൾ അല്ലെ, അതായത് ഹോസ്പിറ്റലുകളിൽ നിന്നും വരുന്ന വേസ്റ്റ് മാലിന്യങ്ങൾ എന്താണ് ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി പറയാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ടു എക്കോ ഫ്രണ്ട്ലി. അതായത് ബയോമെഡിക്കൽ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനായിട്ട് IMA, ദാറ്റ് ഈസ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. അത് ഓരോ ഹോസ്പിറ്റലുകളിൽ ബേസ് ചെയ്തിട്ട് അവരുടെ ബെഡ് സ്ട്രെങ്ത്തും ഇപ്പൊ ക്ലിനിക്കുകളിൽ നിന്നും ലബോറട്ടറികളിൽ നിന്നും അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് സെന്റേഴ്സിൽ നിന്നും നമ്മൾ ഡെയിലി ഈ വേസ്റ്റുകൾ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് സ്റ്റാർട്ട് ചെയ്തത് പാലക്കാടാണ്. ഡിസംബർ 14, 2003 ഈ ഒരു പദ്ധതി സ്റ്റാർട്ട് ചെയ്തത്. 2004 അത് വർക്കിംഗ് ആയി തുടങ്ങിയത്. ദെൻ അതിനിടയിൽ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 നിലവിൽ വന്നു. ഓക്കെ, ചെറിയ നോട്ട് തരാം കേട്ടോ. ക്ലാസ് കഴിഞ്ഞിട്ട് ചെറിയൊരു നോട്ട് ഇതിൽ തരാം. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ടൈം കിട്ടുമ്പോ ജസ്റ്റ് ഒന്ന് യൂട്യൂബിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഈ ഇമേജ് എന്നുള്ളൊരിത് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് നോക്കിയിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഇമേജിന്റെ അവർ ചെയ്യുന്ന പ്രോസസ് എങ്ങനെയാണ്. ഇതുപോലെ നമ്മൾ പഠിച്ച പോലെ ഡിഫറെന്റ് കളറിലുള്ള കളർ കോഡ് ബാഗുകളിൽ ഓരോ സെക്ഷൻ വേസ്റ്റുകൾ, ഓരോ കാറ്റഗറിയിൽ വരുന്ന വേസ്റ്റുകൾ തരംതിരിച്ചിട്ടാണ് അവര് ഈ ഒരു പ്ലാന്റിൽ ഇതിന്റെ പ്രോസസ്സും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ദിവസം ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബിലും കാര്യങ്ങളും വീഡിയോയുടെ സഹിതം കൊടുത്തിട്ടുണ്ട് ഇമേജിന്റെ. ഓക്കെ, നോക്കില്ലേ എല്ലാവരും? നമ്മളെപ്പോഴും യൂട്യൂബൊക്കെ കാണുന്ന ആളുകളല്ലേ? ആണോ? ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. കുറച്ചും കൂടി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. നമുക്ക് ജസ്റ്റ് എന്താണെന്ന് മാത്രം പഠിക്കാനുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇല്ല. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഒന്ന് നോക്കാം. കംപ്ലീറ്റ് ആയോ? വായിച്ചോ? വായിച്ചു നോക്കാം കേട്ടോ ഇമേജ്. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് ഭാഗത്തേക്ക് പോകാം. നോക്കാം. ഇനി കുറച്ച് സിമ്പിൾസ് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് പറഞ്ഞത്. ബയോമെഡിക്കലിന് നമ്മള് ബയോമെഡിക്കൽ വേസ്റ്റിന് യൂസ് ചെയ്യുന്ന സിമ്പിൾസ് ആണ്. ഫസ്റ്റ് വൺ ഒരു സിമ്പിൾ ആണ് ബയോ ഹസാർഡ്സ്. ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം എന്തൊക്കെയാണ് സിമ്പിൾസ് എന്ന് ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ബയോ ഹസാർഡ്സ് സിമ്പിൾ കണ്ടോ? ബയോ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ ജൈവ അപകടങ്ങൾ. മീൻസ് ജൈവ അപകടങ്ങൾ എന്നുള്ളൊരു മുന്നറിയിപ്പിന്റെ ഒരു സിമ്പിൾ ആണ് ജൈവ അപകടങ്ങൾ, ബയോ ഹസാർഡ്സ്. ദെൻ സൈറ്റോടോക്സിക്, അതിന്റെ ഒരു സിമ്പിൾ ആണ് ഒരു ട്രയാങ്കിളില് ഒരു ഡോട്ട് പോലെ തന്നിട്ടുണ്ട് അല്ലെ. സൈറ്റോടോക്സിക് എന്ന് പറഞ്ഞാൽ വിഷാംശങ്ങൾ ഉള്ള ഒരു ഏരിയ എന്നൊക്കെ പറയാം അല്ലെ. ദെൻ വാർണിംഗ് എന്തൊക്കെയാണ്? ഇൻഫെക്ഷസ് വേസ്റ്റ് ഡിസ്പോസ് ഓഫ് പ്രോപ്പർലി.
അല്ലെ? ഇത് വാണിംഗ് കൊടുത്തിരിക്കുന്ന ഒരു സിമ്പിൾ ആണ്. ദെൻ കോഷൻ കീമോതെറാപ്പിയുടെ ഒരു ഏരിയ അല്ലെ, അല്ലെങ്കിൽ ജാഗ്രത കീമോതെറാപ്പിയുടെ ഒരു ഏരിയ ഇതിനെ കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് സിമ്പിൾസും അതിന്റെ അതാണ് കാണിച്ചിരിക്കുന്നത്. മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ സിമ്പിൾസ് എന്തൊക്കെയാണെന്ന്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. മാനേജ്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ മസ്റ്റ് മേക്ക് ഷുവർ. എന്തൊക്കെയാണ് ഒരു അഡ്മിനിസ്ട്രേഷനും മാനേജ്മെന്റും ഉറപ്പാക്കേണ്ട കാര്യങ്ങൾ? എന്തൊക്കെയാണ് അവിടെ നമുക്ക് ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഈ വേസ്റ്റ് മാലിന്യങ്ങളും മറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തൊക്കെയാണ് മാനേജ്മെന്റ് നമുക്ക് സുരക്ഷ നൽകേണ്ടത് നോക്കാം. ഓരോ പോയിന്റ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് വൺ, every hospital must have well-defined awareness and training program for all category of personnel concerning BMW. എന്താ BMW? എന്താ BMW? ബയോമെഡിക്കൽ വേസ്റ്റ് കേട്ടോ. അപ്പൊ ഇനി BMW കൊണ്ടാലും ബയോമെഡിക്കൽ വേസ്റ്റ് ഓർമ്മ വന്നു കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റിൽ എന്താ പറഞ്ഞത്? ഓരോ ഹോസ്പിറ്റലും അല്ലെ, ഓരോ ഹോസ്പിറ്റലും നിർബന്ധമായിട്ടും മസ്റ്റ് ഹാവ് വെൽ ഡിഫൈൻഡ് അല്ലെ, അതായത് ഓരോ ഹോസ്പിറ്റലും ബയോമെഡിക്കൽ വേസ്റ്റുമായിട്ടുള്ള എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥർക്കും അവർക്കൊരു ബോധവൽക്കരണവും അതുപോലെ തന്നെ എന്താണ് ഒരു പരിശീലനവും നൽകണം. ഇന്ന വേസ്റ്റുകൾ ഇന്ന കളർകോഡ് ബാഗുകളിൽ നിക്ഷേപിക്കണം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ആയിട്ടുള്ള വേസ്റ്റുകൾ എന്തൊക്കെയാണ് അങ്ങനെ തരംതിരിക്കാനും മറ്റുമായിട്ടൊക്കെ ഉള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം എല്ലാ ഹോസ്പിറ്റലും നിർബന്ധമായിട്ടും എന്ത് ചെയ്യാം, അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഒരു അവയർനെസ് പ്രോഗ്രാമോ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമോ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാറ്റഗറിയിൽ വരുന്ന പേഴ്സൺസിന് എന്ത് ചെയ്യാം, ട്രെയിനിങ്ങും കാര്യങ്ങളും കൊടുക്കുക. സെക്കൻഡ് വൺ, ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൺ ഇൻ സ്യൂട്ടബിൾ ലാംഗ്വേജ് ഇൻ എ മാനർ ദാറ്റ് ഈസ് അക്സെപ്റ്റബിൾ. ഈച്ച് ഹോസ്പിറ്റൽ ഷുഡ് സെറ്റ് അപ്പ് എ ഹോസ്പിറ്റൽ ബേസ്ഡ് മാനേജ്മെന്റ് കമ്മിറ്റി. അല്ലെ, അതായത് ട്രെയിനിങ് ഹാസ് ടു ബി ഗിവൺ സ്യൂട്ടബിൾ ലാംഗ്വേജ് അല്ലെ, സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വേണം അവർക്ക് പരിശീലനം നൽകുക അല്ലെ. ചിലപ്പോ ഇംഗ്ലീഷിലൊക്കെ ഫുൾ ഇംഗ്ലീഷിൽ ക്ലാസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോ എല്ലാ തരത്തിലുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അവർക്ക് ഇതാണ് സ്വീകാര്യമായിട്ടുള്ള ലാംഗ്വേജ്, ആ ഒരു ലാംഗ്വേജിലായിരിക്കണം എന്ത് കൊടുക്കാൻ, ട്രെയിനിങ് നൽകുവാൻ. Then acceptable, each hospital should set up hospital waste management committee. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, ആശുപത്രി ഈ ബയോമെഡിക്കൽ വേസ്റ്റ് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സൺസിന്റെ ഇടയിൽ ഒരു സമിതി, ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന്. എന്നിട്ട് ആ ഒരു കമ്മിറ്റി അടക്കം മീറ്റിംഗ് ഒക്കെ കൂടി ഇന്നത്തെ കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യേണ്ടത്, അതുപോലെ കമ്മിറ്റിയിൽ അവർക്ക് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ നൽകാം. ഒരു കമ്മിറ്റി രൂപീകരിക്കുക. അതുപോലെ എന്താണ്, അവർക്ക് പ്രോപ്പർ ആയിട്ട് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ്, ആ സ്യൂട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജിലായിരിക്കണം ട്രെയിനിങ് നൽകേണ്ടത്. മൂന്നാമത്തെ നോക്കാം. This committee should be liable for making hospital specific action plan for hospital waste management and its supervision, monitoring and implementation. അപ്പൊ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന് നമ്മൾ പറഞ്ഞു. Then ഈ കമ്മിറ്റി രൂപീകരിച്ചിട്ട് നമ്മൾ ആ ഒരു ബയോമെഡിക്കൽ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ആ ഒരു അതിന്റെ ഒരു മേൽനോട്ടത്തിനും സൂപ്പർവിഷനും അല്ലെ, അല്ലെങ്കിൽ ആ ഒരു അതിന്റെ മേൽനോട്ടത്തിനും വേണ്ടിയിട്ട് നിർവഹണത്തിനും വേണ്ടി ഒരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കുന്നതിന് ഈ കമ്മിറ്റി ബാധ്യസ്ഥനായിരിക്കണം അല്ലെ. പ്ലാൻ ഫോർ ഹോസ്പിറ്റൽ, ഒരു പ്രവർത്തന പദ്ധതി, എങ്ങനെയൊക്കെയാണ് നമ്മൾക്ക് ഡേ ടു ഡേ വർക്കുകൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ളൊരു പ്രവർത്തന പദ്ധതി തയ്യാറാക്കണം. അത് സൂപ്പർവിഷൻ ചെയ്യാം, മേൽനോട്ടത്തിനും വേണ്ടി എല്ലാത്തിനും മോണിറ്റർ ചെയ്യാനും സൂപ്പർവിഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒരു പ്ലാൻ, ഒരു പ്രവർത്തന പദ്ധതി രൂപീകരിക്കുക. ഈ കമ്മിറ്റി രൂപീകരിക്കണം. ലാസ്റ്റ് വൺ, the yearly reports incident needed as required under biomedical waste rules should be submitted to the concerned authorities as in keeping biomedical waste rules format. എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് റൂൾസ് വന്നത്? നമ്മൾ നേരത്തെ വായിച്ചായിരുന്നു ഇയർ ബയോമെഡിക്കൽ വേസ്റ്റ് റൂള്, ഓർമ്മയില്ലേ? എന്താ വന്നത് റൂള്? ബയോമെഡിക്കൽ വേസ്റ്റിന്റെ റൂൾസ് വന്നത് 2003 ഇമേജ് വന്നു. 2016 ബയോമെഡിക്കൽ വേസ്റ്റ് റൂള് വന്നത്. ഓക്കെ,
അപ്പോ ഇയർലി റിപ്പോർട്ട്സ് അല്ലെ, അതായത് ബയോമെഡിക്കൽ വേസ്റ്റ് നിയമങ്ങൾക്ക് അനുസരിച്ച് അതിന്റെ ആവശ്യമായിട്ടുള്ള അപകടങ്ങളും മറ്റും അതിന്റെ വാർഷിക റിപ്പോർട്ടുകൾ തയ്യാറാക്കണം. ഇപ്പൊ ഒരു വർഷം എത്രത്തോളം നമ്മൾ ബയോമെഡിക്കൽ അതിന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം ചെയ്തു, ആക്സിഡൻസുകൾ ഉണ്ടായോ, അങ്ങനെയുള്ള നിയമങ്ങളുടെ ആ ഒരു ഫോർമാറ്റ് അനുസരിച്ചിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഈ ഒരു റിപ്പോർട്ട് സമർപ്പിക്കണം. ഓക്കെ, ഇത്രയും പോയിന്റുകളാണ് നമ്മൾ മാനേജ്മെന്റ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് ഉറപ്പ് നൽകേണ്ട കാര്യങ്ങൾ. വായിച്ചു നോക്കാം കേട്ടോ. 4 പോയിന്റുകളാണ്, വായിച്ചു നോക്കാം. നാല് പോയിന്റ് വായിച്ചു നോക്കാം കേട്ടോ. എന്തൊക്കെയാണ് മാനേജ്മെന്റ് നമുക്ക് ഉറപ്പുവരുത്തേണ്ട കാര്യങ്ങൾ? നാല് പോയിന്റ് വായിച്ചു നോക്കാം. എന്തൊക്കെയാണ് ഇംപ്ലിമെന്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നടപ്പിലാക്കുക എന്നൊക്കെ ഉള്ളൊരു മീനിങ് ആണ് കേട്ടോ. അതായത് സൂപ്പർവിഷനും മോണിറ്ററിങ്ങും ഡേ ടു ഡേ ഉള്ള പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് ഒരു പദ്ധതി നടപ്പിലാക്കുക. വായിച്ചെല്ലാവരും? ദെൻ ഈ ഒരു ചാപ്റ്ററില് ലാസ്റ്റ് പോയിന്റ് ആണ്. ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞിട്ട് നമ്മളുടെ ബയോമെഡിക്കൽ വേസ്റ്റ് എന്നുള്ളൊരു ചാപ്റ്റർ കഴിഞ്ഞു. നോക്കാം, മെഷേഴ്സ് ഫോർ വേസ്റ്റ് മിനിമൈസേഷൻ. നമുക്ക് ഈ വേസ്റ്റ് ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങൾ കുറയ്ക്കുന്നതിനായിട്ടുള്ള മെഷേഴ്സ്, എന്തൊക്കെ വ്യവസ്ഥകൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു നോക്കാം. ആസ് ഫാർ ആസ് പോസിബിൾ പർച്ചേസ് ഓഫ് reusable items made of glass and metal should be promoted. അല്ലെ, നമുക്ക് ആസ് ഫാർ ആസ് പോസിബിൾ, അതായത് നമുക്ക് കഴിയുന്നിടത്തോളം, നമുക്ക് പറ്റുന്നിടത്തോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കാം. അതായത് ഇപ്പോ ഗ്ലാസ് കൊണ്ടും അതുപോലെ തന്നെ മെറ്റൽസ് കൊണ്ടും നിർമ്മിച്ചിട്ടായിട്ടുള്ള നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെറ്റീരിയൽസ് എന്ത് ചെയ്യുക, പർച്ചേസ് ചെയ്യുക. അപ്പൊ അധികം വേസ്റ്റ് ആയിട്ട് പോകുന്നില്ലല്ലോ. സെക്കൻഡ് വൺ, ചൂസ് നോൺ PVC പ്ലാസ്റ്റിക് ഐറ്റംസ്. അതായത് PVC ടൈപ്പ് അല്ലാത്ത തരത്തിലുള്ള കുറച്ചുകൂടി നല്ല തരത്തിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് ഉപയോഗിക്കുക. ദെൻ മൂന്നാമത്തെ നോക്കാം, അഡോപ്റ്റ് പ്രൊസീജിയർ ആൻഡ് പോളിസീസ് ഫോർ ജെന്യുവിൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ് പ്രൊഡ്യൂസർ. അതായത് ഈ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മള് പ്രൊഡക്റ്റിന്റെ ഇപ്പൊ ആ ഒരു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മാലിന്യത്തിന്റെ യഥാർത്ഥ മാനേജ്മെന്റിനുള്ള നടപടിക്രമങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും സ്വീകരിക്കണം. അഡോപ്റ്റ് ചെയ്യാണ് മീൻസ് എന്തൊക്കെയാണ് ജെനുവിൻ ആയിട്ടുള്ളത്. ഇപ്പൊ ഇന്ന സാധനം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ 1 ടൈം യൂസ് ആണെങ്കിൽ അത് 1 ടൈം യൂസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ കുറച്ചിപ്പോ നമ്മൾ പറഞ്ഞ പ്ലാസ്റ്റിക്കിൽ തന്നെ PVC ഒന്നും ഉപയോഗിക്കരുതും, കുറച്ചും കൂടി കൂടിയ PVC ടൈപ്പ് അങ്ങനെയുള്ള പ്ലാസ്റ്റിക്കുകൾ ഉപയോഗിക്കുക. അപ്പൊ അത്തരത്തിലുള്ള പോളിസീസും ജെനുവിൻ ആയിട്ടുള്ള വേസ്റ്റിന്റെ മാനേജ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിട്ട് തന്നെ പാലിച്ചു പോകണം. ലാസ്റ്റ് വൺ, establish effective and sound recycling policy for plastic recycling and contact with authorized manufacturers. പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിലും അതുപോലെ തന്നെ അതുമായിട്ടുള്ള ഓതറൈസ്ഡ് അംഗീകൃത മാനുഫാക്ചർ നിർമ്മാതാക്കളുമായി ബന്ധപ്പെടുന്നതിലും ഒരു പുനരുപയോഗം സ്വീകരിക്കുകയും ചെയ്യണം. മീൻസ് അധികം നമുക്ക് ഇതിനകത്ത് എല്ലാം പറയുന്നത് എന്താണ്, മെയിൻ ആയിട്ട്
റീയൂസബിൾ ആയിട്ടുള്ള ഐറ്റംസ് ഉപയോഗിക്കാൻ, അതായത് വേസ്റ്റ് ആയി പോകാതെ നമുക്ക് വീണ്ടും പുനരുപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവങ്ങൾ എന്ത് ചെയ്യാൻ മെറ്റീരിയല് പർച്ചേസ് ചെയ്യാനായിട്ടാണ് മെയിൻ ആയിട്ട് പറയുന്നത്. അതൊക്കെയാണ് ജസ്റ്റ് വേസ്റ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാനുള്ള മാർഗങ്ങൾ. അപ്പൊ അതിന്റെ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് 4 പോയിന്റ് ആണ്. അത് തന്നെ നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, നമ്മളുടെ ബയോമെഡിക്കൽ വേസ്റ്റ് 3ാമത്തെ പോയിന്റ് ആണോ, അതായത് അഡോപ്റ്റ് ചെയ്യുക. അതായത് നമ്മള് അഡോപ്റ്റ് procedures and policies for genuine management of waste produced. അതായത് ഈ നമ്മളിപ്പോൾ ഉത്പാദിപ്പിക്കുന്ന മാലിന്യങ്ങൾ, ഈ ബയോമെഡിക്കൽ വേസ്റ്റ് മാലിന്യങ്ങൾ കൂടുതൽ ഉത്പാദിപ്പിക്കുമ്പോൾ അതായിട്ടുള്ള ജെന്യുവൻ മാനേജ്മെന്റ് ഓഫ് വേസ്റ്റ്, അതായത് നടപടിക്രമങ്ങളും നയങ്ങളും സ്വീകരിക്കണമെന്ന്. അതായത് ഇപ്പോ ഇന്ന വേസ്റ്റുകൾ നമ്മൾ പറഞ്ഞു, എസ്പെഷ്യലി കളർ കോഡൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഡിസ്പോസൽ ചെയ്യുക. ഇപ്പോൾ ഇൻഫെക്ഷൻ ആയിട്ടുള്ളത് നമ്മൾ ഓരോ കാറ്റഗറി തരംതിരിച്ച് പറഞ്ഞില്ലേ, അങ്ങനെ ഓരോ കാറ്റഗറി വേസ്റ്റിനൊക്കെ അത് ജെന്യുവൻ ആയിട്ട് തന്നെ ആ ഒരു നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് ആ വേസ്റ്റുകൾ എങ്ങനെ അതിൽ നിക്ഷേപിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതാണ് 3ാമത്തെ പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കാം. ഫസ്റ്റ് വൺ, as far as possible, purchase of reusable item made of glass and metal should be promoted. അല്ലെ, അതായത് നമ്മൾ കഴിയുന്നിടത്തോളം ഗ്ലാസും അതുപോലെ തന്നെ മെറ്റൽസ് ആയിട്ടുള്ള നിർമ്മിച്ച അങ്ങനെയുള്ള വസ്തുക്കൾ പർച്ചേസ് ചെയ്യാം. Then second one, choose non-PVC plastic items. PVC ടൈപ്പ് അല്ലാത്ത തരത്തിലുള്ള പ്ലാസ്റ്റിക് ഐറ്റംസ് എന്ത് ചെയ്യാം, ഉപയോഗിക്കുക. Then adopt procedures and policies for genuine management of waste produced. നമ്മളിപ്പോ വേസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഉത്പാദിപ്പിക്കുന്ന ആ ഒരു മാലിന്യം അത് കറക്റ്റ് ആയിട്ടുള്ള ജെനുവിൻ ആയിട്ടുള്ള പോളിസിയിൽ തന്നെ അത് വേസ്റ്റുകൾ കൈകാര്യം ചെയ്യുക. നമ്മൾ പറഞ്ഞു, കറക്റ്റ് ആ കളർ കോഡുള്ള ബാഗുകളിൽ മറ്റും നിക്ഷേപിക്കുക. ലാസ്റ്റ് വൺ, establish effective and sound recycling policy for plastic recycling and contact with authorized manufacturers. നമ്മൾ ഈ പ്ലാസ്റ്റിക്കുകൾ റീസൈക്കിൾ ചെയ്യുന്നതിനും അതിനു വേണ്ടിയിട്ടുള്ള അംഗീകൃത മാനുഫാക്ചറിംഗ് കമ്പനികളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പൊ അവരുമായിട്ട് ബന്ധപ്പെടുന്നവരും അല്ലെങ്കിൽ പുനരുപയോഗ നയം രൂപീകരിക്കുകയാണ്. മീൻസ് റീസൈക്കിൾ ചെയ്യാനായിട്ട് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയുമായിട്ട് ഒരു കോണ്ടാക്ട് വെക്കുക. നമ്മൾ നമ്മൾക്ക് ഇവിടെ ആവശ്യം കഴിയുമ്പോൾ അത് റീസൈക്കിൾ ചെയ്യാനായിട്ട് ആ മാനുഫാക്ചേഴ്സിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട്. അത് ചെയ്യാൻ വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വേസ്റ്റ് മിനിമൈസേഷൻ ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡുകൾ അല്ലെങ്കിൽ വ്യവസ്ഥകളാണ് പറഞ്ഞത്. ഈ ഒരു ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു അല്ലെ. കുറച്ച് ബോറിംഗ് ആയിരുന്നോ ചാപ്റ്റർ? ആണോ? ചാപ്റ്റർ എങ്ങനെ ഉണ്ടായിരുന്നു ബയോമെഡിക്കൽ വേസ്റ്റ്? നമ്മളുടെ അറിവില് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിച്ചു ഇല്ലേ ഈ ഒരു ചാപ്റ്ററിലൂടെ? എന്താണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് നമുക്ക് ഇതുവരെ അറിയില്ലാത്തവർക്ക് അറിയാൻ പറ്റി അല്ലെ. അതിൽ തന്നെ ഈ ബയോമെഡിക്കൽ വേസ്റ്റിൽ തന്നെ ഡിഫറെന്റ് തരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ട്. അതിന് നമുക്ക് ഡിഫറെന്റ് തരത്തിലുള്ള കാറ്റഗറി ആയിട്ട് തിരിച്ചു അല്ലെ. 10 കാറ്റഗറി ആയിട്ട് നമ്മൾ ഈ ഒരു വേസ്റ്റിനെ തരംതിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നമ്മൾ ഓരോ കളർ കോഡുള്ള ബാഗുകളിൽ, ഡിഫറെന്റ് തരത്തിലുള്ള കളർ കോഡുള്ള ബാഗുകളിൽ ഓരോ കാറ്റഗറിയിൽ നമ്മൾ നിക്ഷേപിക്കണം എന്ന് പറഞ്ഞു. ദെൻ അത് ഓരോ വേസ്റ്റുകളും ഏതൊക്കെ രീതിയിലാണ് നമ്മൾ ഡിസ്പോസൽ ചെയ്യേണ്ട പ്രോസസ് എന്ന് പഠിച്ചു അല്ലേ. ദെൻ നമ്മൾ കുറച്ച് അതിന്റെ മെത്തേഡുകൾ പഠിച്ചു. ഇനി എന്തൊക്കെയാണ് പിന്നെ നമ്മൾ പഠിച്ചത്? ഇമേജ് അല്ലെ. നമുക്കറിയാം അറിവിലില്ലാത്തൊരു കാര്യമായിരുന്നു ഇമേജ് അല്ലെ. അപ്പോ ഇങ്ങനെ ഒരു പദ്ധതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നമ്മൾ പഠിച്ചു. 2003 ഡിസംബർ 14 പാലക്കാടാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. 2004 അത് വർക്കിംഗ് ആയത്. അതുപോലെ തന്നെ ബയോമെഡിക്കൽ വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഒരു റൂൾസ് നിലവിൽ വന്നത് 2016 അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഒന്ന് ചോദിച്ച് മീൻസ് ഒന്ന് എന്ത് ചെയ്യാ, ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം കേട്ടോ. ലാസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. നമ്മൾ വായിച്ചില്ല, ലാസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാം.
ലാസ്റ്റ് പോയിന്റ് വായിക്കാം കേട്ടോ. നോട്ട്സ് തരാം. നാല് പോയിന്റ് ലാസ്റ്റ് വൺ നമ്മൾ പറഞ്ഞത് ഒന്ന് വായിച്ചു നോക്കണേ. നോട്ട്ബുക്ക് എടുത്തോളൂ കേട്ടോ. എന്നിട്ട് നോട്ട്ബുക്ക് എടുക്കുക എല്ലാവരും. നോട്ട്ബുക്ക് എടുക്കട്ടെ എല്ലാവരും. നമ്മൾ എഴുതിയതിന്റെ ഒപ്പം തന്നെ കണ്ടിന്യൂസ് മീൻസ് അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് എഴുതിക്കോളൂ. Then first one heading കൊടുക്കുക. ഡിസ്പോസൽ മെത്തേഡ് ഓഫ് BMW ബയോമെഡിക്കൽ വേസ്റ്റ് എന്നാട്ടോ. പിക്ക് കാണിക്കാം കേട്ടോ. കാണിക്കാം, എന്തായാലും കാണിക്കാം. ക്ലാസ് കഴിയുമ്പോഴേക്കും കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഓർമ്മിപ്പിച്ചത് നന്നായി. ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് ഒന്ന് പ്രസന്റേഷൻ ചെയ്യാം. എഴുതിയോ? ഡിസ്പോസൽ മെത്തേഡ്. ഡിസ്പോസൽ മെത്തേഡ് എന്താ നിങ്ങൾ എഴുതിയത്? ഡിസ്പോസൽ മെത്തേഡ് ജസ്റ്റ് ഒരു ഹൈഫൻ ഇട്ടിട്ട് BMW എഴുതിക്കോളൂ കേട്ടോ. ബയോമെഡിക്കൽ വേസ്റ്റിന്റെ ഡിസ്പോസൽ മെത്തേഡ്. കാരണം നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തില്ലേ ഇൻസിനറേഷൻ ടെക്നോളജി, ഓട്ടോക്ലേവിംഗ് എന്താണെന്ന് ജസ്റ്റ് ഒരു കുഞ്ഞു നോട്ട് പോലെ എഴുതാം. എല്ലാം എഴുതുന്നില്ല, അത്യാവശ്യം ഒരു 3 നമുക്ക് എഴുതി വെക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എഴുതിക്കോളൂ. ഇൻസിനറേഷൻ ടെക്നോളജി. സ്പെല്ലിംഗ് വേണോ? ഇതിനകത്ത് നോക്കിക്കോളൂ കേട്ടോ. ഇൻസിനറേഷൻ ടെക്നോളജി. ഇൻസിനറേഷൻ ടെക്നോളജി എഴുതിയില്ലേ? പിന്നെ അതിന്റെ താഴെ എഴുതിക്കോളൂ. ബേണിംഗ് ഹസാർഡ്സ് മെറ്റീരിയൽസ്. ബേണിംഗ് കത്തിക്കുക എന്നുള്ളൊരു മീനിങ്. ബേണിംഗ് ഹസാർഡ്സ് മെറ്റീരിയൽസ്. ബേണിംഗ് ഹസാർഡ്സ് മെറ്റീരിയൽസ്. Burning hazardous materials at temperature high. Burning hazardous materials at temperature high. At temperature high. Enough to destroy waste. Burning hazard materials at temperature high enough to destroy waste. ഇത്രയും മതി. ഒറ്റ വാക്കില്ല എന്താണ് ഇൻസിനറേഷൻ ടെക്നോളജി എന്നാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ എഴുതിക്കോളൂ. ഓട്ടോക്ലേവ്. എന്താ ഓട്ടോക്ലേവ് എന്നാണ് കേട്ടോ. ഓട്ടോക്ലേവിംഗ്.
ഓട്ടോക്ലേവിംഗ്. ഓട്ടോക്ലേവിംഗ് എഴുതാം. ഓട്ടോക്ലേവിംഗ് എഴുതിക്കൊണ്ട് താഴെ എഴുതാം. The use pressurized steam means ഒരു സ്റ്റീമില്ലേ നീരാവി എന്നൊക്കെ പറയും. The use of pressurized steam to kill കൊല്ലുക, നശിപ്പിക്കുക. To kill infectious agent. Suggested for, ഇത് പ്രത്യേകം സജസ്റ്റ് ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടൊക്കെയാണെന്ന് കേട്ടോ. Suggested for microbiology and biotechnology based. Suggested for microbiology and biotechnology based, sharp based, dirty and solid waste. Okay. Next എഴുതിക്കോളൂ. Microwave irradiation. എഴുതിക്കോളോട്ടോ. മൈക്രോവേവ് ഇറിഡേഷൻ എഴുതാം. Is a form of electromagnetic irradiation. Is a form of electromagnetic irradiation with mobile electric charges. Okay. Then അടുത്തത് എഴുതിക്കോളൂ. Plasma pyrolysis. Plasma pyrolysis എഴുതിക്കോളൂ. It is an environment friendly technology. For treat solid waste. Okay. അപ്പൊ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഇമേജ് എന്നൊരു ഹെഡിങ് പോലെ കൊടുക്കുക കേട്ടോ. ഒത്തിരി വലിയ ഹെഡിങ് പോലെ കൊടുക്കുക. ഇമേജ്
ഇമേജ് എന്ന് പറഞ്ഞിട്ട് ഹെഡിങ് കൊടുക്കാം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഗോസ് ഇക്കോ ഫ്രണ്ട്ലി എഴുതിക്കോളൂ. സൈഡിൽ അത് ഹെഡിങ് അങ്ങനെ എഴുതിക്കോളൂ. ഇനി അതിന്റെ താഴെ ചെറിയൊരു സ്റ്റാർ പോയിന്റ് ഇട്ട് സ്റ്റാർ ഇട്ട് എഴുതാം കേട്ടോ. ജസ്റ്റ് എന്താണെന്ന് നമുക്ക് ടോട്ടലി അത് കാണുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് ഒരു സ്റ്റാർ ഡോട്ട് പോലെ കൊടുക്കാം, എന്നിട്ട് എഴുതാം സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. ഒരു ആദ്യത്തെ പോയിന്റ് ആണ് കേട്ടോ. സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട് എഴുതുന്നുണ്ടോ? എല്ലാവരും കൂടി ഇല്ലേ ക്ലാസ്സില്? അനക്കൊന്നും ഇല്ല. ഓക്കെ. അപ്പോ ഫസ്റ്റ് പോയിന്റിൽ എന്ത് എഴുതി? സ്റ്റാർട്ടഡ് അറ്റ് പാലക്കാട്. നെക്സ്റ്റ് അടുത്ത പോയിന്റ് എഴുതാം. അടുത്തൊരു സ്റ്റാർ വരക്കാം. അടുത്ത പോയിന്റ് എഴുതാം കമ്മീഷൻ ഓൺ 14 ഡിസംബർ 2003. ഡിസംബർ 14, 2003. അടുത്ത പോയിന്റിൽ എഴുതാം. അടുത്ത നെക്സ്റ്റ് പോയിന്റ് വർക്കിംഗ് ഫ്രം ജനുവരി 2004. വർക്കിംഗ് ഫ്രം ജനുവരി 2004. Then next one എഴുതാം. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ. നെക്സ്റ്റ് അടുത്തൊരു സ്റ്റാർ ഇട്ടിട്ട് അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കോളൂ. ഇമേജ് എന്താണെന്ന് ജസ്റ്റ് എഴുതണ്ടേ. ഇമേജ് ഈസ് responsible for the collection. Image is responsible for the collection, transportation, treatment, and safe disposal of image is responsible for collection, transportation, treatment, and safe disposal of biomedical waste. അതിനൊപ്പം തന്നെ എഴുതിക്കോളൂ generated only biomedical waste, generated only by the particular affiliated institution. നമ്മൾ പറഞ്ഞില്ലേ 2 ഇൻസ്റ്റിറ്റ്യൂഷന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണ് ഈ ഒരു മാലിന്യങ്ങൾ ശേഖരിക്കുന്നത്. ഓക്കെ, ഒന്നുകൂടി വായിക്കട്ടെ, ഒന്നുകൂടി വായിക്കാം, നോക്കാം കേട്ടോ. ഇമേജ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ദ കളക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ, ട്രീറ്റ്മെന്റ് ആൻഡ് സേഫ് ഡിസ്പോസൽ ഓഫ് ബയോമെഡിക്കൽ വേസ്റ്റ് generated only by the particular affiliated institution. Okay, കംപ്ലീറ്റ് ചെയ്തോ? Then അടുത്ത പോയിന്റ് കേട്ടോ, ഇമേജിൽ തന്നെ വരുന്നതാണ്. അടുത്തൊരു സ്റ്റാർ ഇടാ. അടുത്ത പോയിന്റ് എഴുതിക്കോളൂ. Biomedical waste management rules. Biomedical management rules released by 2016.
2016. ഓക്കെ, ഏകദേശം എന്താണ് ഇമേജ് എന്നുള്ളത് അത്രയും പഠിച്ചാൽ മതി. നമ്മൾ നോട്ട് എഴുതില്ലേ, ഷോർട്ടായിട്ട് എഴുതിയിട്ടുണ്ട് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങള്. ഓക്കെ, അപ്പൊ അത്രയും നോക്കിയാൽ മതി. ഇപ്പൊ ഒന്ന് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതിയ കാര്യം ഒന്ന് നോക്കാമോ? പ്രഷറൈസ്ഡ് കണ്ടെയ്നേഴ്സിന്റെ പിക്ചർ ഇപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം കേട്ടോ, ഒരു 2 minutes. നിങ്ങളപ്പോ ഒന്ന് ഇപ്പൊ നമ്മൾ എഴുതിയ നോട്ട് ഒന്ന് വായിക്കണം കേട്ടോ എല്ലാവരും. ഇപ്പൊ നമ്മൾ എഴുതിയില്ലേ, ആ നോട്ട് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ. പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും? ക്ലിയർ ആണോ? ഓക്കെ, ഇതാണ് പ്രഷറൈസ്ഡ് കണ്ടെയ്നർ കേട്ടോ. ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രസന്റേഷൻസിലേക്ക് ഇട്ടിട്ടുണ്ടായില്ല, അതാണ് ടൈം പോയത്. അപ്പൊ ലിക്വിഡ് ആയിട്ടുള്ള തരത്തിലുള്ള വേസ്റ്റുകളൊക്കെയാണ്. ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രഷറൈസ്ഡ് കണ്ടെയ്നർ. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ബയോമെഡിക്കൽ എന്നൊരു ചാപ്റ്റർ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ കൺഫേം ചെയ്തിട്ടില്ല കേട്ടോ, പറയാട്ടോ നിങ്ങളോടൊന്ന്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്റർ വായിക്കാം. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇമേജ് ഒന്ന് ജസ്റ്റ് ഒന്ന് യൂട്യൂബിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ ഒക്കെ ഒന്ന് അറിയാം കേട്ടോ. നമുക്ക് പഠിക്കാൻ അത്രേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് ഇനി കൂടുതലായിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്തൊക്കെ നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അതിന്റെ പ്രോസസ്സും വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, മാം, മൺഡേ റെക്കോർഡ് ക്ലാസ് ഇതുവരെ വന്നിട്ടില്ലല്ലോ മാം.
ഏതാണ് ഏതിന്റെ ആയിരുന്നു? റെക്കോർഡ് ക്ലാസ് വന്നില്ല. ഓക്കെ, വന്നിട്ടില്ല എന്നല്ലേ? ഇതുവരെ വന്നില്ല. ഇന്നലെ നോക്കിയായിരുന്നു, വന്നിട്ടില്ല ഇതുവരെ. ആണല്ലേ? ഓക്കെ, ഇൻഫോം ചെയ്യാം കേട്ടോ, പറയാം. മാം, ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു ഈ ചാപ്റ്ററിൽ, ഒന്ന് ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഓക്കെ, ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? അതിന്റെ 4th കെമിക്കൽ മെത്തേഡിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അതൊന്ന് വായിച്ചൊന്ന് പറഞ്ഞുതരുമോ മാം? 1% chemical disinfection, 1% hydrochloride solution can be used. കെമിക്കലിന്റെ അല്ലെ, കെമിക്കൽ മെത്തേഡ്സിൽ അല്ലെ? അതായത് കെമിക്കൽ മെത്തേഡ്സിൽ പറയുന്നത് 1% for chemical disinfections, then 1% of hypochlorite solution can be used. അതായത് മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറയുന്ന സൊല്യൂഷൻ ആണ് നമ്മൾ ഈ കെമിക്കൽ മെത്തേഡിന് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതിനകത്ത് എക്സാമിനെ ചോദിച്ചു കണ്ടിട്ടുള്ളത് ഹൈപ്പോ കെമിക്കൽ ചോദിക്കാറുണ്ട് എപ്പോഴും. ഏത് സൊല്യൂഷൻ ആണ് ഈ കെമിക്കൽ മെത്തേഡ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിൽ ആ ഒരു പോയിന്റ് മാത്രമുള്ളല്ലോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിശദീകരിച്ചത് പറയാണ്ടിരുന്നത്. കാരണം 1% കെമിക്കൽ ഡിസിൻഫെക്ഷൻസ് വരാറുണ്ട്. അതില് ഈ പറഞ്ഞ പോലെ തന്നെ ഹൈപ്പോക്ലോറൈറ്റ് എന്ന് പറഞ്ഞ ഒരു സൊല്യൂഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നാണ് പറയുന്നത്. കെമിക്കൽ ഇത് മെത്തേഡ്സിൽ ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ ആണ് ഹൈപ്പോക്ലോറൈറ്റ്. നിങ്ങൾ അത് മാത്രം പഠിച്ചാൽ മതി. ഫോർ 1% കെമിക്കൽ ഡിസിൻഫെക്ഷൻ അല്ലേ മാം? 1% കെമിക്കൽ ഡിസിൻഫെക്ഷൻ, 1% ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ എന്നാണ്, അങ്ങനെയാണോ? സൊല്യൂഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്ന അതില് 1%. ഓക്കെ 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 മാം, ക്ലിയർ. ഓക്കെ, ആ ഹൈപ്പർക്ലോറൈഡ് സൊല്യൂഷൻ ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അത് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏത് സൊല്യൂഷനാണ് അവിടെ ഉപയോഗിച്ച് വരുന്നത് കെമിക്കലിന്? അത് ഞാൻ പറഞ്ഞായിരുന്നു. അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കാം കേട്ടോ. അത് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക്സ് മാം.